So, good morning, all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്റർ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ഇക്കോണമിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമീസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ നിലനിൽക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമീസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിന് ആദ്യം നമ്മൾ വാട്ട് ഇസ് ഇക്കോണമി അല്ലെങ്കിൽ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് അറിയണം. So, an economy is the way a country organizes the production, distribution and consumption of goods and services. അതായത് ഒരു കൺട്രി എങ്ങനെ ആ കൺട്രിയിലുള്ള പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, കൺസംഷൻ, ഉപഭോഗം, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഈ പ്രോസസ്സ് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് ഇതിനെയാണ് നമ്മളൊരു ഇക്കോണമി എന്ന് പറയുന്നത്. സോ ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ആൻ ഇക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Then it solves the basic economic problems: what to produce, how to produce and for whom to produce. So നമ്മുടെ ഇക്കോണമിയിൽ നിലനിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക്സ് പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും ചെയ്യണം. സോ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പം എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്കിവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഹെൽഡ് ചെയ്യാം. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കായിരിക്കണം ഈ ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസസ് എത്തേണ്ടത്. Then the main function of every economy is to satisfy human needs using available resources. അതായത് നമ്മുടെ ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് വേണം അവിടെയുള്ള ഹ്യൂമൻസിൻ്റെ അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ. ഇത് ഫോർ എക്സാമ്പിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് ലേബറും ക്യാപിറ്റലും. സോ അത് വെച്ചിട്ട് എങ്ങനെ അവിടുത്തെ ഹ്യൂമൻസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഒരു ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കോണമി. സോ ഇക്കോണമി ഈസ് മാൻ മെയ്ഡ് അല്ലേ. ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ അല്ലെങ്കിൽ പീപ്പിളാണ്. ദെൻ ഹ്യൂമൻസിൻ്റെ ആക്ഷൻസും ഡിസിഷൻസും ആയിരിക്കും എവിടെ ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്. ദെൻ ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് അല്ലേ. ഇപ്പോൾ 2001 എക്കോണമിയാണോ 2026? സോ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻസ് വഴി അല്ലെങ്കിൽ എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വഴി, ദെൻ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് വഴി, ഗവൺമെൻറ്റ്സിൻ്റെ ഒപ്പീനിയൻസ് വഴിയൊക്കെ എന്താണ് നമ്മുടെ ഇക്കോണമിയിൽ ചേഞ്ചസ് സംഭവിക്കാം. ദെൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് കീപ് ചേഞ്ചിങ്. അതേണക്ക് തന്നെ നമ്മുടെ ഇക്കോണമിയിലെ ആക്ടിവിറ്റീസിനും ചേഞ്ചസ് സംഭവിക്കാം. അതായത് പ്രൊഡക്ഷനിൽ, ഡിസ്ട്രിബ്യൂഷനിൽ, കൺസംഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ സമയത്തും ഈക്വലായിട്ട് പോകുന്ന ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ല. പല ഏരിയാസ് അല്ലെങ്കിൽ പല ഇയർ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ ഇതിനൊക്കെ ചേഞ്ചസ് സംഭവിക്കാം. ദെൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ആർ ദ മെയിൻ ആക്ടിവിറ്റീസ്. ഏതൊരു ഇക്കോണമിയുടെയും ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണെന്ത്? പ്രൊഡക്ഷൻ. ദെൻ ഗെറ്റിംഗ് ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പീപ്പിൾ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൗ പീപ്പിൾ യൂസ് ദം, എങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആർക്കൊക്കെ എന്താണ് ഉപയോഗപ്പെടുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമീസ് പഠിക്കാൻ പോവുകയാണ്. സോ മെയിനായിട്ട് നമ്മുടെ ഇക്കോണമിയിൽ 3 ടൈപ്പ് ഇക്കണോമീസാണ് നിലനിൽക്കുന്നത്. സോ ആദ്യം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ദെൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി, ദെൻ മിക്സഡ് ഇക്കോണമി. സോ ആദ്യം നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ ലൈസ് വിത്ത് ഇൻഡിവിജ്വൽസ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അതായത് അവിടുത്തെ ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എല്ലാം എന്താണ് ഓൺ ചെയ്യുന്നത് അവിടുത്തെ ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റൈറ്റീസ് ആണ്. മെയിനായിട്ട് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ആൻഡ് റൺ ദെയർ ബിസിനസ്.
അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് അറ്റൈൻ ചെയ്യുന്ന ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഓൾ പേഴ്സൺസ് ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. അവർക്ക് അവരുടേതായ പ്രോപ്പർട്ടി റൺ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള എയിം വന്നിട്ട് മാക്സിമം പ്രോഫിറ്റ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഗോൾ വന്നിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക. ദെൻ അടുത്തത് ലിമിറ്റഡ് ഇക്കണോമിക് അല്ലെങ്കിൽ ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൺട്രോള് അല്ലെങ്കിൽ നിയന്ത്രണം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ലിമിറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. സോ ഈ ടൈപ്പ് ഓഫ് ഇക്കോണമി നിലനിൽക്കുന്ന രാജ്യങ്ങൾ USA-യും ജപ്പാനുമാണ്. അതായത് അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. സോ ഇതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇക്കോണമി ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്തെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പം ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ ലൈസ് വിത്ത് ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റാണ് അവിടെ ഓൺ ചെയ്യുന്നത്, ഗവൺമെൻറ്റാണ് അവിടുത്തെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. സോ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഓണർഷിപ്പ് ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അടുത്തത് എയിം അറ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സോ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ ഗോള് വന്നിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് എന്താണ്? ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ബേസിക് നെസസിറ്റീസ് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. സോ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ മെയിൻ എയിം വന്നിട്ട് എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അടുത്തത് നോ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മേജർ ഇൻഡസ്ട്രീസ്. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉള്ളത് കൊണ്ട് അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് വളരെ കുറവായിരിക്കും. അതായത് ദീസ് ഇൻഡസ്ട്രീസ് ആർ കളക്റ്റീവ്ലി ഓൺഡ് അല്ലെങ്കിൽ മാനേജ്ഡ് ബൈ സ്റ്റേറ്റ്. സ്റ്റേറ്റാണ് അവിടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് എന്തെന്നറിയാം, അവിടുത്തെ ബെനിഫിഷ്യറീസ് എന്താണ്? സിറ്റിസൻസിന് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗവൺമെൻറ് പ്ലാൻസ് ആൻഡ് കൺട്രോൾസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അവിടെ നമുക്കറിയാമല്ലോ ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? അവിടുത്തെ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ദിസ് മീൻസ് ഗവൺമെൻറ് ഡിസൈഡ്സ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ A to Z അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇനി സോഷ്യലിസ്റ്റ് ഇക്കോണമി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് റൂൾസ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് വന്നിട്ട് ഫോമർ സോവിയറ്റ് യൂണിയനും ക്യൂബയാണ്. സോ ഇതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇക്കോണമി ആയിട്ടുള്ള മിക്സഡ് ഇക്കോണമി എന്താണെന്ന് നോക്കാം. സോ മിക്സഡ് ഇക്കോണമി ആ വാക്കിൽ തന്നെയുണ്ട് എന്തിൻ്റെയൊക്കെയോ മിക്സ് ആണെന്നുള്ളത്. സോ ദ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അതായത് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും ഒരു ബാലൻസ് ആണ് അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ആണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അതായത് അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഇൻഡിവിജ്വലും ഉണ്ട്, ദെൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷനും ഉണ്ട്. ഇനി അടുത്തത് ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ റിസോഴ്സസ്. അവിടെ ബിസിനസ്, ഫാക്ടറീസ് എല്ലാം ഓൺ ചെയ്യുന്നത് എന്താണ്? ഒരു ബാലൻസ്ഡ് രീതിയിലായിരിക്കും. അതായത് ഗവൺമെൻറ്റും ഓൺ ചെയ്യുന്നുണ്ട്, ദെൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഓൺ ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ മെയിൻ ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് എക്കോണമിയുടെയും ബ്ലെൻഡാന്ന് പറഞ്ഞു. സോ അവിടെ എന്താണ്? ബാലൻസസ് പ്രോഫിറ്റ് മോട്ടീവ് വിത്ത് സോഷ്യൽ വെൽഫെയർ. അവിടെ പ്രോഫിറ്റ് മോട്ടീവും ഉണ്ട്, ദെൻ സോഷ്യൽ വെൽഫെയറും ഉണ്ട്. സോ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഫെയർ ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരിക്കും റൺ ചെയ്യുന്നത്. ദെൻ മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ വന്നിട്ട് ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് UK. സോ മിക്സഡ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് ഇക്കണോമീസ്. അതായത് ഈ മൂന്ന് എക്കോണമീസിൻ്റെയും കമ്പാരിസൺ ആണ് നോക്കാൻ പോകുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും അവരുടെ ഗോള്. സോ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് അവിടെ എന്താണ്? കോമ്പറ്റീഷൻ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് അടുത്തത് സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെൻറ് ഓണർഷിപ്പ് ആയിരിക്കും, ഇക്വാളിറ്റി ആയിരിക്കും നിലനിൽക്കുന്നത്, കാരണം സോഷ്യൽ വെൽഫെയർ ആണ് അവിടുത്തെ എയിം. ദെൻ എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഒരു സെൻട്രൽ പ്ലാനിങ് ആയിരിക്കും അവിടെ റൺ ചെയ്യുന്നത്.
ദെൻ മിക്സഡ് എക്കോണമിയിൽ എന്താണ്, രണ്ട് എക്കോണമിയുടെയും ബാലൻസ് ആണ്. സോ ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ആണ് അവിടെ നിലനിൽക്കുന്നത്. ദെൻ സോഷ്യൽ വെൽഫെയർ പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ഗോൾ എന്ന് പറയുന്നത്. സോ ഇതാണ് മൂന്ന് എക്കോണമീസിൻ്റെയും കമ്പാരിസൺ. ഇനി ഒന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെല്ലാം. ഇക്കോണമീസ് ആർ മെയിൻലി ഓഫ് 3 ടൈപ്സ്: ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കോണമി. അതായത് ഇക്കോണമീസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്: ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. ഈച്ച് സിസ്റ്റം ഹാസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതായത് 3 ഇക്കോണമീസിനും അവരുടേതായ സ്ട്രെങ്തും നിലനിൽക്കുന്നുണ്ട്, ദെൻ വീക്ക്നെസ്സും ഉണ്ട്. In today's world, most countries adopt a mixed economy to balance the growth and welfare. സോ ബാലൻസ് ആയിട്ടുള്ള ഗ്രോത്തും വെൽഫെയറും അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു എക്കോണമി വന്നിട്ട് മിക്സഡ് എക്കോണമി ആയിരിക്കണം. സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലോകത്ത് എല്ലാ കൺട്രീസും അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇക്കോണമിയാണ്? മിക്സഡ് എക്കോണമിയാണ്. സോ 3 ടൈപ്സ് ഓഫ് ഇക്കോണമീസിനെ പറ്റി നമ്മൾ പഠിച്ചു: ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. താങ്ക് യു.